അങ്ങനെ iOS 26.2-ന്റെ പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് വന്നിരിക്കുന്നത് ഏകദേശം 7.31 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേറ്റ് 10 GB വരെയും സൈസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ WatchOS, macOS, tvOS, visionOS എന്നിങ്ങനെ എല്ലാ പുതിയ ബേറ്റാസിനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പറയാൻ പോകുന്നത്. ഇതേപോലെ ആപ്പിളിൻ്റെ ടിപ്സും ട്രിക്സും അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ ദിസ് ഈസ് യുവർ ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. തുടക്കം നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അത് നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടുന്ന് ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26.2 23C5027F എന്ന ഈ ഒരു അപ്ഡേറ്റിന് അല്ലെങ്കിൽ ഈ ഒരു iOS 26.2-ന് കുറച്ചധികം അപ്ഡേറ്റ്സും ബേറ്റാസും വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് അവസാനം പറയാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ ഒരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിലെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകതയാണ് ലിക്വിഡ് ഗ്ലാസ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ അപ്ഡേറ്റിൽ iOS 26.1-ൽ നമുക്ക് ക്ലിയർ ആൻഡ് ടിൻറ്റഡ് എന്ന ഓപ്ഷനാണ് വന്നിരുന്നെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം സെയിം ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഇവിടെ ടാപ്പ് ചെയ്തു. ഈ ഒരു ക്ലോക്ക് ടൈമിൻ്റെ ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ തിക്നെസ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു സ്ക്രബ്ബറിൻ്റെ കൂടെ തന്നെ താഴത്ത് ഈ പറഞ്ഞ ട്രാൻസ്പെറൻസി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇതുകൊണ്ടോ നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പക്ക ഒരു ഗ്ലാസി ഫിനിഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിത് കൂട്ടുമ്പോൾ ആ ഒരു കുറച്ചുകൂടെ സോളിഡ് കളറിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ആപ്പിളിലെ സിസ്റ്റം സെറ്റിങ്സിൽ മാത്രമല്ല മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ കൺട്രോൾ ചെയ്യുമ്പോൾ ആ ഒരു കളറിലും ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് കറക്റ്റായിട്ട് ട്രാൻസ്ലൂസൻസിയും അതോടൊപ്പം ആ ഡെപ്തും വരുന്നത് കാണാൻ പറ്റും. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം കൺട്രോളിങ് ആപ്പിൾ ഇനി എല്ലാ ത്രൂ ഔട്ട് OS-ലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നേരത്തെ വന്നത് സെറ്റിങ്സിൽ 2 ഓപ്ഷനാണ്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എടുക്കുമ്പോൾ ടിൻറ്റഡ് ആൻഡ് ക്ലിയർ എന്ന 2 ഓപ്ഷൻ. പക്ഷെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക, ഇനി വരുന്ന അപ്ഡേറ്റിൽ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കൺട്രോളിംഗ് ബാർ അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിംഗ് സ്ക്രബ്ബർ ത്രൂ ഔട്ട് OS-ന്റെ ട്രാൻസ്പെറൻസിയും ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹോം സ്ക്രീൻ ലേഔട്ടിലും ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കസ്റ്റമൈസ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ക്ലിയർ ഐക്കൺസും ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ നമുക്ക് വിസിബിൾ ആവാനും മനസ്സിലാവാനും സെയിം ആ ലിക്വിഡ് ഗ്ലാസ് കൺട്രോളിംഗ് എഫക്റ്റ് ഈ ഒരു ഓപ്ഷനിലും ആപ്പിൾ വരുന്ന അപ്ഡേറ്റിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അടുത്ത് വരുന്ന മാറ്റമാണ് സ്ലീപ്പ് സ്കോർ എന്ന് പറയുന്നത്. ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് സ്ലീപ്പ് സ്കോർ ട്രാക്ക് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഓരോ ചേഞ്ച് വരുത്തുന്നതും ആപ്പിൾ കറക്റ്റായിട്ട് എല്ലാ സ്റ്റഡീസിൻ്റെയും റെഫറൻസിലാണ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വെരി ഹൈ എന്നാണ് കാണുന്നത്. iOS 26.1-ൽ ആ ഒരു ഓപ്ഷൻ എക്സലൻറ്റ് എന്നാണ്. നേരെ iOS 26.1 ആണ് ഈ റൈറ്റ് സൈഡ് ഫോണിൽ കാണുന്നത്. നേരെ എൻ്റെ സ്ലീപ്പ് സ്കോർ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും എക്സലൻറ്റ് എന്നാണ് കാണുന്നത്. ഈ സെയിം മാറ്റങ്ങളും അതോടൊപ്പം സ്കോറിൻ്റെ അനലൈസേഷനും ചെറുതായിട്ട് ആപ്പിൾ മാറ്റുന്നുണ്ട്. ഞാൻ നേരെ ഈ പറയുന്ന സ്ലീപ്പ് സ്കോർ എടുത്തു. സ്ലീപ്പ് സ്കോർ എടുത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പറഞ്ഞ സ്ലീപ്പ് സ്കോറിൻ്റെ ലെവലുകൾ ട്രാക്ക് ചെയ്യുന്നതെന്ന്. ഇവിടെ വെരി ഹൈ, ഹൈ, ഓക്കെ, ലോ, വെരി ലോ എന്നാണ്. പക്ഷേ 26.1-ൽ എക്സലൻറ്റ്, ഹൈ, ഓക്കെ, ലോ, വെരി ലോ എന്നാണ്. ആ ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ നമ്മുടെ സ്ലീപ്പ് സ്റ്റഡീസിൻ്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മാറ്റങ്ങളും ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം പോഡ്കാസ്റ്റിലാണ്. നേരെ പോഡ്കാസ്റ്റ് ആപ്പ് എടുക്കാം. പോഡ്കാസ്റ്റ് ആപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു പുതിയ സ്പ്ലാഷ് സ്ക്രീനാണ്. 3 ഓപ്ഷൻസാണ് ആപ്പിലൂടെ മാറ്റിയിരിക്കുന്നത്. ഒന്ന് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ഇനി ഓരോ ക്രിയേറ്റേഴ്സും ചാപ്റ്റേഴ്സ് കൊടുത്തില്ലെങ്കിൽ കറക്റ്റ് ചാപ്റ്റേഴ്സ് ആപ്പിൾ പോഡ്കാസ്റ്റിനെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അടുത്തത് പോഡ്കാസ്റ്റ് മെൻഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും സെക്കൻഡറി ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോഡ്കാസ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളോ നമുക്ക് മോർ ഓപ്ഷൻ ലഭിക്കും. അടുത്തത് ഫ്രം ദിസ് എപ്പിസോഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ലിങ്കുകളോ അല്ലെങ്കിൽ എംബഡായ കോഡുകളോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ ഓരോ കോഡുകളും നമുക്ക് ഇവിടുന്ന് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആപ്പിളിൻ്റെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് നമ്മുടെ തന്നെ ഉണ്ട്.
പ്ലേകാസ്റ്റ് എന്നാണ് അതിൻ്റെ ആ ഒരു കോണ്ടന്റിൻ്റെ പേര്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആപ്പിളിനെ ബേസ് ചെയ്ത് പോഡ്കാസ്റ്റിൽ ആപ്പിൾ പോഡ്കാസ്റ്റിലും ആ ഒരു രൂപത്തിൽ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം റിമൈൻഡേഴ്സിലാണ്. കുറേയധികം കൂട്ടുകാർ വെയിറ്റ് ചെയ്ത ഒരു ഓപ്ഷനായിരുന്നു റിമൈൻഡേഴ്സിൽ വന്നത്. നേരെ റിമൈൻഡർ ആപ്പ് എടുക്കാം. ഒരു പുതിയ റിമൈൻഡർ ഞാൻ സെറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇതേ ഞാൻ എവിക്ക ട്രയൽ എന്ന് കൊടുത്തു. അതിനുശേഷം ഡേറ്റും ടൈമും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഞാൻ ഡേറ്റ് സെറ്റ് ചെയ്തു, അതുപോലെ ടൈമും സെറ്റ് ചെയ്തു. ഇത് യൂഷ്വലി കഴിഞ്ഞ എല്ലാ അപ്ഡേറ്റിലും നമുക്ക് ഉണ്ടായതാണ്. പക്ഷേ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അർജൻറ്റ് എന്ന് പറഞ്ഞ പുതിയ ഒരു ഓപ്ഷനാണ്. അർജൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പുതിയ അലാറം ഇനി നിങ്ങൾക്ക് അർജൻറ്റ് റിമൈൻഡേഴ്സ് ലഭിക്കും. അലോ കൊടുത്തു. അലോ കൊടുക്കുമ്പോൾ താഴത്ത് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അലാറം വിൽ ആക്ടിവേറ്റ് വെൻ എ ഫോക്കസ് ഈസ് ഓൺ ഓൺ യുവർ ഡിവൈസ് ഈസ് മ്യൂട്ടഡ് എന്ന്. നിങ്ങളുടെ ഫോൺ മ്യൂട്ടഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈ ഫോക്കസ് മോഡിലാണെങ്കിലും റിമൈൻഡേഴ്സിൻ്റെ ഈ ഒരു അലാറം എന്തായാലും നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ ഓരോ റിമൈൻഡേഴ്സ് ജസ്റ്റ് ഒരു പോപ്പപ്പ് മെസ്സേജ് പോലും വരാതെ തന്നെ റിമൈൻഡേഴ്സിന് അലാറം കൂടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമും ബാക്കി എല്ലാ കാര്യങ്ങളും സ്കെഡ്യൂൾ ചെയ്യാൻ എളുപ്പമാണ്. സോ ഈ ഒരു കാര്യം എല്ലാ യൂസേഴ്സിനും നല്ല രീതിക്ക് പൊട്ടൻഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത വന്നിരുന്ന മാറ്റം ലൈവ് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ്റെ കുറേയധികം ലാംഗ്വേജസ് കഴിഞ്ഞ അപ്ഡേറ്റിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് യുയിലുള്ള യൂസേഴ്സിനും ഈ ലൈവ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ എയർപോർട്സിലും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത വരുന്ന മാറ്റം കുറേയധികം കൂട്ടുകാർ ഈ പറഞ്ഞ ഫ്ലാഷിംഗ് അലേർട്ട് വെക്കാറുണ്ട്. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ എടുത്തിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഈ കാണുന്ന ഓഡിയോ ആൻഡ് വിഷ്വൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് LED ഫ്ലാഷിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ കാണാം. LED ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫ്ലാഷിങ് നമുക്ക് വരും. അതേപോലെ തന്നെ മെസ്സേജിങ്ങിന് ചെറിയൊരു ഫ്ലാഷിങ് വരും. നമ്മുടെ ഫോൺ കമത്തിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫ്ലാഷിങ് കൊണ്ടാണ് പല ആൾക്കാരും കോള് റെക്കഗ്നൈസ് ചെയ്യാറ്. സോ അതിന് ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, LED ഫ്ലാഷ് സ്ക്രീൻ ആൻഡ് ബോത്ത് എന്ന് പറയുന്നത്. ഈ 3 ഓപ്ഷൻസും ഇപ്പോൾ നമ്മുടെ iOS 26.2 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ്, ബാറ്ററി ആൻഡ് തെർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് iOS 26 iPhone 11 റൺ ചെയ്യുമ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിന് പറ്റിയ കറക്റ്റ് ഫോൺ അല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഹിക്കപ്സും ബാക്കി കാരണം ഡിവൈസിൽ നോർമലാണ്. എന്നാലും എൻ്റെ ഡെയിലി ആക്ടിവിറ്റി എല്ലാ കാര്യങ്ങളും എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗെയിംസും ബാക്കി കാര്യങ്ങളും ഞാൻ ഈ ഒരു ഡിവൈസിൽ ചെയ്യുന്നുണ്ട്. ഇനി ഹീറ്റിംഗ് ഇഷ്യൂയുടെ കാര്യം പറയുമ്പോൾ ഇത്രയും നേരം ഞാൻ ഡിവൈസ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് യാതൊരു ചൂറ് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാക്ക് സൈഡിൽ നിന്നോ അതോടൊപ്പം സൈഡ് ഗ്രില്ലിൽ നിന്നോ ഫീൽ ചെയ്യുന്നില്ല. നോർമലായിട്ട് തന്നെയാണ് ഡിവൈസിൻ്റെ ആ ഒരു ഹീറ്റിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാറ്ററി നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ ഡിവൈസ് കുറച്ചധികം ഏജ്ഡ് ആയ ഒരു ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി സെർവേഴ്സ് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 മണിക്കൂർ മുമ്പാണ് ഞാൻ 100% ആക്കിയത്. ഇപ്പോൾ ഈ ഒരു സമയം അനുസരിച്ച് എൻ്റെ ഡിവൈസിൽ 69% ബാക്കിയുള്ള ഡിവൈസ് ചാർജ് എന്ന് പറയുന്നത്. ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 73 ആണ്. സോ ഈ ഒരു 73 കപ്പാസിറ്റിയിൽ എനിക്ക് ഡിവൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി പെർഫോമൻസും തരുന്നുണ്ട്. അടുത്തത് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ ഡിവൈസ് ലിസ്റ്റിൽ സെക്കൻഡറി ഡിവൈസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും ബീറ്റ ട്രൈ ചെയ്യാം. പക്ഷേ ഒരിക്കലും പ്രൈമറി ഫോണിൽ ഈ പറഞ്ഞ ബീറ്റാസ് ട്രൈ ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആപ്പിൾ സർവീസോ ബാക്കി ഒരു കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അടുത്ത വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബാക്കി പുതിയ അപ്ഡേറ്റ്സും ബാക്കി എന്നാണ് ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷനും വരാനുള്ള ചാൻസ് വെച്ചാൽ ആപ്പിൾ ഒരു വീക്ക്ലി സൈക്കിളിലേക്കാണ് അപ്ഡേറ്റ്സ് ബീറ്റ പുഷ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് iOS 26.2 പുതിയ ബീറ്റ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും മിക്കവാറും iOS 26.2 ഒഫീഷ്യൽ അപ്ഡേഷനും വരാനുള്ള ചാൻസ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബഗ്ഗോ ബാക്കിയായുള്ള ഫങ്ഷണാലിറ്റീസിനും പ്രശ്നമുണ്ടെങ്കിൽ iOS 26.1.0 എന്ന് പറയുന്ന പുതിയ അപ്ഡേറ്റ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഒഫീഷ്യലി iOS 26.1 ആണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.2 പുതിയ ബീറ്റ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ടിപ്സും ട്രിക്സും അപ്ഡേറ്റ്സും എല്ലാ കാര്യം അറിയാൻ പറ്റും. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ടെലിഗ്രാമിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അവിടെയും എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yabin Xavier signing from Evica.